നമസ്കാരം. ഇന്ന് തരാൻ പോകുന്ന ടോപ്പിക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാധാന്യം ഏറിയ വ്യക്തിയെക്കുറിച്ചാണ്. ടോപ്പിക്ക് ജി.പി. പിള്ള അഥവാ ബാരിസ്റ്റർ ജി.പി. പിള്ള. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും ആണ് തരാൻ പോകുന്നത്. ആദ്യത്തേത്, ഇദ്ദേഹത്തിൻ്റെ അപരനാമമാണെങ്കിൽ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി.പി. പിള്ള. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കൃതികളാണ് തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ്. രണ്ടാമത്തേത്, ലണ്ടൻ ആൻഡ് പാരീസ് ത്രൂ ഇന്ത്യൻ സ്പെക്ടാക്കിൾസ്. അടുത്തത്, ദക്ഷിണ ഭാരതത്തിലെ പ്രതിപുരുഷൻ. അടുത്തത്, ഇന്ത്യൻ കോൺഗ്രസ്മാൻ. ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള ഒരു അപരനാമമാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത ഏതാ? INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ജി.പി. പിള്ള. INC സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി ജി.പി. പിള്ള. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ്: തിരുവിതാംകൂർ ദിവാനെക്കുറിച്ച് വെസ്റ്റേൺ സ്റ്റാർ എന്ന പത്രത്തിൽ ലേഖനം എഴുതിയതിനെ തുടർന്ന് മഹാരാജാസ് കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. അതും ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തൂലികാ നാമമാണ് ഏത്? രാജസ്നേഹി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതും ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഒരേ ഒരു മലയാളിയാണ് ആര്? ജി.പി. പിള്ള. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രങ്ങളാണ്: മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന വ്യക്തി ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി ഈ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പ്രത്യേകത ഏതാ? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം എന്നറിയപ്പെടുന്നതാണ് ഏത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. ഇനി അടുത്ത പ്രത്യേകത എന്താ? INCയുമായി ബന്ധപ്പെട്ട് INCയുടെ സെക്രട്ടറി പദവിയിലെത്തിയിട്ടുള്ള ആദ്യ മലയാളി ആര് തന്നെയാണ്? അധ്യക്ഷനല്ല, സെക്രട്ടറി പദവിയിലെത്തിയിട്ടുള്ള ആദ്യ മലയാളി ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? മദ്രാസ് സോഷ്യൽ റിഫോംസ് അസോസിയേഷൻ. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? ജി.പി. പിള്ള. ഇനി ജി.പി. പിള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വചനമാണ് ഏത്? ഭാരതത്തിലെ ഇരുൾമൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ഒരു കനകതാരം കൂടി പൊലിഞ്ഞു. ഇത് എപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്? ജി.പി. പിള്ള അന്തരിച്ചപ്പോൾ ട്രിബ്യൂൺ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വരിയാണ് ഏത്? ജി.പി. പിള്ള. ഇനി ഇത്രയുമാണ് ജി.പി. പിള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ. ഇനി ജി.പി. പിള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഒരു പ്രത്യേക പ്രക്ഷോഭേത മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി.പി. പിള്ള. അപ്പം മലയാളി മെമ്മോറിയൽ ഏതാ വർഷം? 1891. ഇത്രയുമാണ് ജി.പി. പിള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ.